رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വൈവിധ്യങ്ങൾ ഓരോന്നും മാറ്റി നിർത്തപ്പെടലിൻ്റെയും തരതിരിവിൻ്റെയും സങ്കുചത്തിലേക്ക് വഴിമാറുന്ന സമത്വ സഹോദര സുന്ദര ലോകം ഉട്ടോപ്യൻ ആശയമായി പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നവകാലത്തും ഉൾക്കൊള്ളുന്നതിൻ്റെ വിശാലതയ്ക്ക് നയിക്കുന്ന ഇസ്ലാമിൻ്റെ സമത്വവും സമാധാനവും ശാന്തിയും സഹോദര്യവും സമന്വയിച്ച ദർശനങ്ങൾ പത്തര മാറ്റോടെ പ്രോജ്വലിച്ചു നിൽക്കുമ്പോഴാണ് സമത്വവും സഹോദര്യം ഇസ്ലാമിൻ്റെ മുഖമുദ്ര എന്ന കാലിക പ്രസക്തിയേറിയ വിഷയം ഇവിടെ ചർച്ചയാകുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യ സമൂഹം ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും പേരിൽ ആക്രമിക്കപ്പെടുകയാണ്. ഔന്നത്യത്തിന്റെ കിടമണിനെ അഹങ്കാരം കൈമുതലാക്കി തങ്ങൾ താഴ്ന്നവരാണെന്ന് മുദ്ര കുത്തിവരെ അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ച് അടിച്ചമർത്തുന്ന ആധുനിക സമൂഹം. ഇവിടെയാണ് പരിശുദ്ധ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശൂബൻ وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ഹേ മനുഷ്യരെ, തീർച്ചയായും നിങ്ങൾ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ മഞ്ഞോനെ അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളിലെ ഏറ്റവും ആദരണീയൻ, ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാണ്. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യർ തമ്മിൽ ദേശ, ഭാഷ, വർണ്ണ, വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു സാഹോദര്യ ബന്ധം സ്ഥാപിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും കിരീടമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നോക്കൂ, ജനങ്ങളെ അറിഞ്ഞുകൊള്ളുക, നിശ്ചയം നിങ്ങളുടെ നാഥൻ ഏകനാകുന്നു. അറബിക്കാൻ അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല ദൈവഭയത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, ഏറ്റവും സൂക്ഷ്മതയുള്ളവനാണത്രേ. ഒരാളുടെയും നിറമോ വർഗമോ അവനെ ഉന്നതനാക്കുന്നില്ലെന്നും സൃഷ്ടാവിന് മുമ്പിൽ എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള മാനവിക മഹിതമായ ആശയ ഇസ്ലാമിക പ്രമാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. പ്രിയമുള്ളവരെ, മുസ്ലിമാതിന്റെ പേരിൽ കൊടിയ പീഡങ്ങളുടെ കൊടുമുടി താണ്ടുന്ന തലക്കു മുകളിൽ ജൂത ഭീകരന്മാരുടെ ബോംബ് വർഷിക്കുന്ന ഫലസ്തീന്റെ മക്കൾ ഇന്നിന്റെ നൊമ്പര കാഴ്ചയാകുന്ന സമൂഹത്തിനോട് അയൽവാസിയ മുസ്ലിമായാൽ പോലും പട്ടിണി കിടക്കാൻ പാടില്ലെന്നും ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പോലും എണീറ്റ് ബഹുമാനിക്കണമെന്നും പഠിപ്പിച്ച പ്രവാചക അധ്യാപനങ്ങളും ഇസ്ലാമിക ദർശനങ്ങളും പ്രസക്തമാകുന്നത്. പുരോഗതിയുടെ ഉന്നതിയിലേക്ക് എത്താൻ അവകാശപ്പെടുന്ന അമേരിക്കയിൽ പോലും കറുത്ത വർഗക്കാരനായതിന്റെ പേരിൽ അനീതിയുടെയും അടിച്ചമർത്തലിന്റെയും ഇരകളാവേണ്ടി വരുന്ന മനുഷ്യരുള്ള ലോകത്തിന് മുന്നിലേക്കാണ് വെളുത്ത സൽമാൻ ഫാരിസിയെയും കറുത്ത വർഗക്കാരൻ എത്യോപ്യക്കാരനായ ബിലാൽ ഇബ്നു റബാഹിനെയും ഒരുമിച്ചിരുത്തി വർണ്ണവെറി പിടിച്ച ലോകത്തിന് ഇസ്ലാം സഹോദരത്തിന്റെ മഹിതമായ പാഠം പകർന്നേകിയത്. താനാണ് ഗ്രേറ്റസ്റ്റ് എന്ന ബോക്സ് റിംഗിൽ ഗർജിച്ച കാസിയസ് മാർസലസ് ക്ലേ ജൂനിയർ മുഹമ്മദ് അലിയായി മാറിയതും ഇസ്ലാമിന്റെ ഈ മഹിതമായ ആശയം കൊണ്ടാണ്. മനുഷ്യന്റെ അവകാശങ്ങളും സമത്വവും സാഹോദര്യം ഉയർത്തിക്കൊണ്ട് അന്ത്യപ്രവാചകരുടെ ഹജ്ജത്തുൽ വിദാഇന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തെക്കാൾ എന്ത് വലിയ സന്ദേശമാണ് മറ്റീസങ്ങൾ ലോകത്തിന് സംഭാവന നൽകിയിട്ടുള്ളത്. മുസ്ലിങ്ങൾ പരസ്പരം സാഹോദര്യ ബന്ധം സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തന്നെയാണല്ലോ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൽ മുഅ്മിനൂന യഖ്വ ഫഅസ്ലിഉ ബൈന അഖ്വൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. നിശ്ചയം വിശ്വാസികൾ പരസ്പരം സുഹൃത്തുക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം നന്മയെ വർത്തിക്കുക. ഇസ്ലാമിന്റെ ആരാധനകളിൽ പോലും ഈ സമത്വത്തിന്റെ, ഈ സഹോദരത്തിന്റെയും അടയാളങ്ങൾ നമുക്ക് ദർശിക്കാനാവുന്നതാണ്. പടച്ച തമ്പുരാന്റെ മുമ്പിൽ 5 വഖത്ത് ജമാഅത്തായി നിസ്കരിക്കുമ്പോഴും ലക്ഷോപലക്ഷങ്ങൾ അണിനിരക്കുന്ന ഹജ്ജിലും അറഫ സംഗമത്തിലും ഭാഷയുടെയോ ദേശത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇസ്ലാമിന്റെ മഹിതമായ ആശയങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നാഴികക്ക് 40 വട്ടം ഇസ്ലാമിക വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരുള്ള നാട്ടിൽ സമത്വ സഹോദര സുന്ദര ലോകം കെട്ടിപ്പടുക്കാനും ഇസ്ലാമിക ആശയ ദർശനങ്ങളെ മുറുകെ പിടിക്കാനും ശിരസ വഹിക്കാനും എന്നോടും പിന്നെ നിങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.